കണ്ണൂർ തലശ്ശേരിയിൽ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയുടേത് എന്ന സംശയം. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വീണ്ടും ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇത് എത്ര നാൾ പഴക്കമുള്ള അസ്ഥികൂടമാണെന്നതിലോ മറ്റ് എന്താണ് ഇതിന് കാരണമായി, ഇതൊരു കൊലപാതകമായിരുന്നു ആകാനാണ് സാധ്യത, എന്താണ് അതിന് കാരണമെന്നൊക്കെ ഉള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റീന, പ്രവിത, ഇതൊരു കൊലപാതകമാണ് എന്നതിന്റെ സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ധനകോടി 73 വയസ്സാണ് ഇവർക്കുള്ളത്. ഇവരുടെ അസ്ഥികൂട ഈ തലയോട്ടിയാണ് എന്നുള്ളതിന്റെ വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. തലയോട്ടിക്ക് 5 or 6 മാസം പഴക്കമുണ്ടെന്നാണ് നിലവിൽ സൂചന. ഈ തലശ്ശേരി ജൂബിലി റോഡിൽ കാന്തല്ലോട്ട് പള്ളിക്ക് സമീപമുള്ള പണിതീരാത്ത കെട്ടിടത്തിനുള്ളിൽ നിന്നാണ് ഈ സ്ത്രീയുടെ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തലയോട്ടിയുടെ ഭാഗം പോലീസ് കണ്ടെത്തിയത്. ഈ തമിഴ്നാട് സേലം ആത്തൂർ സ്വദേശിനിയായ മകളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഈ ധനകൂടിയുടെ മകൾ ഒരു പരാതി നൽകിയിരുന്നു. അമ്മയെ കാണാനില്ല, 7-8 മാസമായി അമ്മയെ കാണാനില്ല എന്ന തരത്തിലൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് ഈ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പഴയങ്ങാടി ടാക്കീസിന് സമീപമായിരുന്നു ഈ ധനകൂടി താമസിച്ചിരുന്നത്. ഇവരുടെ ഭർത്താവ് അമ്പായിരത്തിനെ സംശയിക്കുന്നതായാണ് മകൾ പരാതി നൽകിയത്. വീട്ടിൽ സ്ഥിരമായി വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് നൽകിയ ഒരു പരാതിയാണ്. ആ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഗ്രാൻഡ് തേജസ് വസ്ത്രാലയത്തിന് സമീപമാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കെട്ടിടമുള്ളത്. അപ്പോൾ ആ കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ എന്തായാലും തലയോട്ടി കണ്ടെത്തി. അതിന് പിന്നാലെ അമ്പായിരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. കൊലപാതകം എന്ന നിലയ്ക്കാണ് പ്രാഥമികമായി ഇത് പോകുന്നത്. എപ്പോൾ കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി തുടങ്ങിയ വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. എന്തായാലും അമ്പായിരവും ഈ ധനകോടിയും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവർ മാത്രമാണ് കേരളത്തിൽ താമസിച്ചു വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിനൊടുവിൽ വ്യക്തമാക്കാമെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.